ഡിപ്പെൻഡൻ്റ് വിസയിൽ യു കെയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരും അതേപോലെ തന്നെ യു കെയിൽ നിന്ന് വിദേശത്തു നിന്നുള്ള അവരുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ യു കെയിലേക്ക് ഡിപ്പെൻഡൻ്റ് വിസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരും ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ നിങ്ങൾ യു കെയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള എവിഡൻസുകളും ഡോക്യുമെൻറ്റുകളും ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻസ് റിഫ്യൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഡിപ്പെൻഡൻ്റ് വിസ ആപ്ലിക്കേഷൻസ് ഹോം ഓഫീസ് റിഫ്യൂസ് ചെയ്തതായിട്ട് കണ്ടു. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് റിഫ്യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജെന്യുവൻ റിലേഷൻഷിപ്പാണ് എന്ന് ഹോം ഓഫീസിന് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂയിങ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ സബ്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ് എന്ന് ഹോം ഓഫീസിന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ റിഫ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഡിപ്പെൻഡൻ്റ് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാരേജ് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ മാരേജിൻ്റെ ഫോട്ടോസ്, മാരേജിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ, അതേപോലെ അവർ തമ്മിലുള്ള കോൾ ലോഗുകൾ, ഇങ്ങനെയുള്ള പല എവിഡൻസുകളും നമ്മൾ സാധാരണ സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും കാലം ആ ഡോക്യുമെൻറ്റുകളൊക്കെ മതിയായിരുന്നു. എന്നാൽ നിലവിൽ റിഫ്യൂസ് ലെറ്ററുകളിൽ പറയുന്നത് ആ ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ അവർക്ക് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മാരേജിൻ്റെ എവിഡൻസ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ ജെന്യുവൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എവിഡൻസും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന് ഒരു മാസത്തെ ലീവിന് വന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ച് ആ കൂടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് യു കെയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള എവിഡൻസുകളും കാര്യങ്ങളും നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാകണം. നിങ്ങളുടെ ട്രാവലുകളുടെയോ അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മറ്റ് റിലേഷൻഷിപ്പിൻ്റെയൊക്കെ എവിഡൻസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വിസ ആപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യുക. അതല്ലാതെ തിരക്കൂട്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ റിഫ്യൂസലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിലവിൽ ഞങ്ങൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഹോം ഓഫീസ് ഏത് ആപ്ലിക്കേഷൻ കൊടുത്താലും എങ്ങനെയെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമായിരുന്നു. പക്ഷേ നിലവിൽ കാണുന്നത് ഓരോ ആപ്ലിക്കേഷനകത്തും അവർ എക്സ്ട്രാ ചെക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെക്കുകൾ പ്രോപ്പറായിട്ട് അതിനകത്തുള്ള എവിഡൻസുകളും കാര്യങ്ങളും കൊടുത്തിട്ടില്ല എങ്കിൽ അവർ വിസ ആപ്ലിക്കേഷൻസ് റിഫ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയുന്നവർക്കും കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.